1 ലിറ്റർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നമുക്ക് 5,15,000 കൊടുത്തേക്കാം. 5,15,000 ഓട്ടോമാറ്റിക് വണ്ടി. എല്ലാവിധ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് 3,75,000 കൊടുക്കാം. ഏറെക്കുറെ 3.5 രൂപയ്ക്ക് മേളിൽ ലോണും കൊടുക്കാം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അതെ അല്ലേ, നല്ല എന്താ പറയാ, ഈ ഒരു ഷേപ്പിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടുതലുണ്ട്. 2,90,000 കൊടുക്കാം. 2,90 15 വണ്ടി 2.5 രൂപ ലോൺ കൊടുക്കാം. 40,000 രൂപ. വേറെ കേസും കൂടി ഉണ്ട്, ബോഡി ക്വാളിറ്റിയിൽ ഇതിന് വല്ലാൻ വണ്ടികൾ കുറവാണ്, പക്കയാണ്. നമുക്ക് 2,95,000 കൊടുക്കാം. ഡീസൽ അല്ലേ പെട്രോൾ ആണ്? അതാണ് ചോദിക്കേണ്ടത്. 2020 ഡ്രൈവർ ഓട്ടോമാറ്റിക്. ശരി, എന്താ ഇപ്പത്തെ 5,400 കൊടുക്കാം. 5,400 എന്താ കള? മൈക്രോ പെട്രോളാ? Yes, this is a micro petrol vehicle and 2018 model. The variant is XV. നമ്മുടെ ട്രസ്റ്റ് വാല്യൂയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുവിധത്തിൽപ്പെട്ട എല്ലാ വണ്ടികളും ഇന്ന് അവൈലബിൾ ആണെന്ന് തന്നെ പറയാൻ പറ്റും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് മാക്സിമം കിടിലൻ ക്വാളിറ്റി ഉള്ളത് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. സുഹേൽ ബ്രോ, ഇവിടെ നോക്ക്, പിന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടിയല്ലേ കൊടുക്കുള്ളൂ? നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാം. അതാണ് ഈ കിടക്കുന്നതൊക്കെ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുത്തൂടെ? തീർച്ചയായിട്ടും. പിന്നെ അതായത് ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ എന്നിങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട് അല്ലേ? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ നമ്മളെ കൊല്ലം സിറ്റിന്ന് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊല്ലം നമ്മളെ പിന്നെ എയർപോർട്ട് അല്ല, സോറി, കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും നമുക്കൊരു 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതായത് ഇവിടുന്ന് കുണ്ട്ര കോട്ടയം പോകുന്ന റോഡാണ്. കൊല്ലം വന്നിറങ്ങിയിട്ട് ഹൈവേ തന്നെയാണ്. നമ്മളിവിടെ രണ്ടാംകുറ്റി എന്ന സ്ഥലത്താണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മഹേന്ദ്രയുടെ ഷോറൂം ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം. രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോറൂം എന്ന് പറഞ്ഞാൽ പോലെ. രണ്ടാംകുറ്റി ഒരുപാട് വൈഡായിട്ട് കിടക്കുകയാണ്. ഏത് ഈ ഒരു ഭാഗത്തുള്ള ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മൾ നിങ്ങളെ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചായിരുന്നു. അപ്പൊ ഇതിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അല്ലേ? അതായത് ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾ ലോ ബഡ്ജറ്റ് കൊടുക്കൂലേ? ഫുൾ ലോണും കയറൂലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. കിടിലം വണ്ടികൾ വേണ്ടവർ ഈ ഒരു അവസരം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാല്യൂയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡിൽ ഏറ്റവും വില കുറഞ്ഞ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ മാത്രം അല്ലേ? അതായത് എനിക്കൊന്നൊരു 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊടുക്കാവുന്ന വണ്ടികളാണ് മിക്കവാറും വണ്ടികൾ അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ എല്ലാവരും ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ് അല്ലേ? വലിയ വണ്ടിയൊക്കെ വേറെ എന്തെങ്കിലും പറയാം. ഇത് അജി പറയുന്നില്ല, ഞാൻ അതേ നോക്കണം. അല്ല അപ്പൊ എല്ലാവർക്കും ഇത് ഒരുപോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല കില വണ്ടികളാണ്. ക്വാളിറ്റി അടിപൊളിയല്ലേ ബ്രോ? ക്വാളിറ്റി ക്വാളിറ്റി ഒരു കുറവില്ല അല്ലേ? ഒരു കോംപ്രമൈസും ഇല്ല. അതാണ്, അത് ഉണ്ടെങ്കിൽ പോയി. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? അതെ, എന്നാ തുടങ്ങി. ഇത് നമ്മുടെ i20 2015 മോഡൽ i20. 15 ആണല്ലേ? 15 മോഡൽ i20 ആസ്റ്റ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അതായത് ആസ്റ്റ 15 സെക്കൻഡ് ഓണർ 1 ലക്ഷം വലിയൊരു ഓട്ടോ അല്ല, ഒരിക്കലും അല്ല. അതെ, കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്ന അജി സാറിന്റെ കയ്യിരിക്കുന്ന അതിനുശേഷമാണ് ഈ വണ്ടിക്ക് ഒരു ഇടിവുണ്ടായത് മാർക്കറ്റില്. അപ്പൊ ഈ വണ്ടി നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ ഫുൾ ലോൺ കൊടുക്കും. ഫുൾ ലോൺ മേലെ തന്നെ ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞാണ് കാര്യം. ആവശ്യം ഉണ്ടെങ്കിൽ അവരാ ഫണ്ട് എടുത്താൽ മതിയല്ലോ. നമ്മൾ വെറുതെ ഫണ്ട് എടുത്ത് പലിശ കൊടുക്കണ്ടല്ലോ. ഇനി നേരെ വരുവാണെങ്കിൽ 2014 തന്നെ i20 സ്പോർട്സ് ആണ് ഈ വണ്ടി. സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. അടിപൊളി നല്ല വണ്ടി കേട്ടോ. 90 പക്ക ജെന്യൂൻ കറക്റ്റ് കമ്പനി സർവീസ്. നല്ല നീറ്റ് വണ്ടി. പിന്നെ ഇത് ഏറെക്കുറെ വണ്ടി കച്ചവടമായിരിക്കുകയാണ്. എന്നാലും ഞാൻ പറയാണ് 4.5 ലക്ഷം രൂപ ഇതും. അതായത് ചോദിക്കണോ, ഇനിയിപ്പോ നമ്മൾ എല്ലാത്തിനും ഫോട്ടോ കാണിച്ചു വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പറഞ്ഞു പോവാ. മൈക്രോ പെട്രോളാ? Yes, this is a micro petrol vehicle and 2018 model. The variant is XV. രാവിലെ എന്താ അടിച്ചേ? രാവിലെ ചോദിക്കാ. അപ്പോ ഇത് വന്നിട്ട് ഏറെക്കുറെ ഒരു 80,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ആക്റ്റീവ് അല്ലേ? XV ആക്റ്റീവ്. അത് പെട്രോൾ ആണ് വരിക. നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ്പട്ടില്ല, പക്ഷേ XV ആണെങ്കിൽ മറ്റേ 2 എയർ ബാഗ്, മറ്റേ സ്റ്റിയറിംഗ് കൺട്രോളർ. ആക്റ്റീവ് എന്ന് പറയുന്ന വേരിയന്റിൽ XV ഫുൾ ഓപ്ഷൻ അല്ല. അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് എന്താ വില? അപ്പൊ ഇതിന്റെ വില ഞാൻ പറഞ്ഞില്ല. 3,45,000 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. മോഡൽ ഏതാ പറഞ്ഞേ? 2018 അല്ലേ? നല്ല മോഡൽ കൂടി, നല്ല ക്ലീൻ പീസ് വണ്ടി. അതുപോലെ എന്താ ഈ കിടക്കുന്നതാണെങ്കിലോ? ഇതും 2018 തന്നെയാണ്. മൈക്ര, ഇത് XV ആണ്. ഇത് പക്ഷേ ഇതും ഏറെക്കുറെ മറ്റേ ആക്റ്റീവ് തന്നെയാണ്. കിലോമീറ്റർ വന്നിട്ട് അജു ഇതിന്റെ കിലോമീറ്റർ വേറെ 52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്, മോശമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. 3,65,000. 365 അല്ലേ? ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ എന്നെ പോലെ. കുറച്ച് കുറവാ. അയ്യോ. ഓക്കെ, അപ്പൊ ഏറെക്കുറെ 4 രൂപ ഇതിന് ലോൺ കൊടുക്കാം. 3,65 തരാം ഫൈൻ. ശരി, മാക്സിമം കുറച്ച് തരും കേട്ടോ. പിന്നെ അടുത്ത് വരണേ 2018 ആൾട്ടോ K10 VXi. സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ.
2019 അല്ലേ? നല്ല നീറ്റ് വണ്ടി VXi ആണ്. നീറ്റ് വണ്ടി VXi. ഇതിനകത്ത് മറ്റേ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കാ? മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക്കല് ഇല്ല, മാനുവൽ. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 3,10 കൊടുക്കാം. 3,10 24,000 രൂപ വണ്ടി അല്ലേ? 19 വണ്ടി. അതാണ് 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ, വേണേ നോക്കിക്കോളൂ. 2021 ആൾട്ടോ 800. 21 അല്ലേ? 21 ആൾട്ടോ 800 ആണ് വണ്ടി. 52,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വണ്ടി കേട്ടോ. അതുകൊണ്ട് എക്സാക്ട് ഡേറ്റിൽ നോക്കിയോ, 8/11/2021 വണ്ടി. ഓക്കെ, നമുക്ക് 3,4 ലക്ഷം രൂപ കൊടുക്കാം. കിലോമീറ്റർ വെറും 52,000 കിലോമീറ്റർ. വെറും 3,4 രൂപ ഇതിന് കിട്ടില്ല ലോണ്. 25,000 രൂപ കൊണ്ടുവന്നോ ഞാൻ ഈ വണ്ടി തരാം. ഇത് ഇച്ചിരി ഒന്ന് വൃത്തിയാക്കി തരാം. ഇത് ഇങ്ങനല്ല വണ്ടി, ഇങ്ങനല്ലായിരുന്നു ഞാൻ. ഓക്കെ, ഇത് 2017 ആൾട്ടോ ആണ്, സിംഗിൾ ഓണർ, വെറും 38,000 കിലോമീറ്റർ ഓടിയ നല്ല വണ്ടി കേട്ടോ. ഇത് നല്ല വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒട്ടും ഓട്ടം ഇല്ലാത്ത ഒരാളെടുത്താണ് ഞാൻ, അയാളെ ഡയറക്റ്റ് എടുത്താണ് ഓണറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ വണ്ടി വെറും 38,000 കിലോമീറ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. 50,000 സർവീസ് ചെയ്ത് എങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. മനസ്സിലായി, ഓട്ടം കുറവായുണ്ട്. അപ്പൊ ഈ വണ്ടി 2,60 തരാം. 2,60 17 വണ്ടി. ഇത് നല്ല ക്വാളിറ്റി ആക്കി, നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ പോളിഷ് ഒക്കെ ചെയ്ത് പളാന്നാക്കി തരാം. അടിപൊളി ടയറൊക്കെ മാറി തരാം. റീപ്ലേസോ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പിന്നെ വരുവാണെങ്കിൽ ഇയോൺ ആണ്, 2018 മോഡൽ ഇയോൺ ആണ്. ഇത് മേറെക്കുറെ എല്ലാം ഓക്കെ ആയിരിക്കും. എന്നാലും ഞാൻ പറയാണ്, 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്കിത് 2,65,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 2,15-2,30 ലോൺ. നല്ല നീറ്റ് വണ്ടി കേട്ടോ, നല്ല നീറ്റ് വണ്ടി, നല്ല വൃത്തിയുള്ള ഒരു കളറുമാണ്. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലോ, ഇത് അതിനെക്കാട്ടിയൊക്കെ നീറ്റ് വണ്ടിയാണ്. ലോ ബഡ്ജറ്റിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, കണ്ണുടച്ചത് ഈ വണ്ടി എടുത്തോളം പറയും. 2014 മോഡൽ ഓട്ടോ കേട്ടൻ സിംഗിൾ ഓണർ വണ്ടി. ഓണർ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ വട്ടം കാണിച്ച 2024 സ്വിഫ്റ്റ് ഓർമ്മയുണ്ടോ, വൈറ്റ് വണ്ടി? ആ വണ്ടി അവരെടുത്ത് ഇത് എക്സ്ചേഞ്ച് നമുക്ക് തന്നു. അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി 14 മോഡൽ. അജു ഈ 14 വണ്ടിക്ക് എവിടെയെങ്കിലും ഈ സാധനം കണ്ടിട്ടുണ്ട്? അത് കണ്ടോണ്ട് ഞാൻ പറഞ്ഞത്, ഇത് ട്രാൻസ്പോർട്ട്. അപ്പം ഇത് ഈ വണ്ടി 70,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 2,15 ലക്ഷം രൂപ കൊടുത്തേക്കാം. 2,4 പോകുന്നുണ്ടോ? VXi വണ്ടി സിംഗിൾ ഓണർ വണ്ടിയില്ല, 4 പുതിയ ടയർ, ഒറ്റ റീപ്ലേസ് ഇല്ല, കറക്റ്റ് കമ്പനി സർവീസ്. എടുക്കുന്നവന് ഞാനിത് 6 മാസത്തെ വാറന്റി കൊടുത്തേക്കാം. അതാണ് ക്ലീൻ പീസ് വണ്ടി. ഈ 14 വണ്ടിക്ക് വാറന്റി കൊടുക്കാൻ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞില്ല. ഞാൻ വാറന്റി 6 മാസം എഴുതി തരാം കേട്ടോ. ശരി. 2018 വണ്ടി എറാ പ്ലസ് ആണ് വണ്ടി. ഇത് ഇയോണ്. ആ വണ്ടിക്ക് ഞാനേ ഒരു 2 രൂപ ലോണും മേടിച്ചു കൊടുക്കാം കേട്ടോ. അതെന്തായാലും കിട്ടും. 14 2 രൂപ ലോൺ മേടിച്ചാലാം. 2018 എറാ പ്ലസ് സിംഗിൾ ഓണർ വണ്ടി, 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി, റെഡ് കളർ. എത്ര രൂപ വേണം അജുന്? 2.5 ലക്ഷം രൂപ. 25,000 ഡൗൺ പേയ്മെന്റ് കേട്ടോ. ചെറിയ രീതിയിൽ നല്ല അടിപൊളി ഒരു സാൻഡ്രോ കൂടി കാണിച്ചു കൊടുത്താലോ? നല്ലൊരു സാൻഡ്രോ, നല്ല ബോഡിയൊക്കെ ഉള്ള, ഓടിക്കാനൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ്. പുതിയ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയറൊക്കെ ഉണ്ട്, നല്ല ബോഡി ഉണ്ട്. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. അതെ. 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. 2011 സാൻഡ്രോ GLX ആണ്. ഒന്നും ചെയ്യാല്ല, വണ്ടി എടുത്ത് പെട്രോൾ അടിക്കാൻ ഓടുകയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെ. എല്ലാം. ഇത് അത്യാവശ്യം ഓടിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു വണ്ടിയാണ്. നമുക്ക് വെറും 1,20,000 രൂപ കൊടുക്കാം. 1,20,000 സാൻഡ്രോ. നല്ല വൃത്തിയുള്ള വേറൊരു വണ്ടിയുണ്ട്. ഇതും ശരിക്കും 2011 തന്നെയാണ്. ഇതും ഫസ്റ്റ് ഓണർ വണ്ടി. ഇത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നല്ല വൃത്തിയാണ്. ഇത് 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 11 വണ്ടി അല്ലേ? 11 വണ്ടി. 1.5 ലക്ഷം രൂപ. ഇത് 1.5, അത് 1.25. 1.20 കൊടുക്കാതെ നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ ഈ കാണിച്ച ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. മാക്സിമം പ്രൊഫൈലൊക്കെ പക്കാക്കി വന്നാൽ സോൽപുർ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. തീർച്ചയായിട്ടും. സോൽപുർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള ഒരു വാഗണർ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. 2021 വാഗണർ ZXi വണ്ടിയാണ്. 1.2 ആണ്. 1.2 നല്ല ക്വാളിറ്റി വണ്ടി, നല്ല അകമൊക്കെ നല്ല പക്ക ക്വാളിറ്റി ആണ്. അജിന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ നോക്കാം എങ്ങനെയാണ്. കിലോമീറ്റർ വന്നിട്ട് 37,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി അറിയാലോ, എഞ്ചിൻ ഞാൻ പറയണ്ടല്ലോ, സിഫ്റ്റിന്റെ എഞ്ചിനാണ്. 1.2 ആണ് വരുന്നത്. 5,30,000 രൂപ നമുക്ക് കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. എന്തെങ്കിലും നെഗോഷിയേഷൻ ഉണ്ടാവില്ലേ? ചെറിയ രീതി നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. 5.30 കണ്ടുവരുന്ന ആൾക്കാർ 5.30 ആ വണ്ടി വരുന്നത്, അതും 2021 വണ്ടി. അടുത്ത് പറയുകയാണെങ്കിൽ വേറൊരു വാഗണർ ആണ്. അജു ഈ കളർ കണ്ടിട്ടുണ്ടോ? ഈ ബ്ലാക്ക് അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഇത് കസ്റ്റമർ ചെയ്യിപ്പിച്ചാണ്, RC ബുക്കിനകത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2020 മോഡൽ വാഗണർ VXi ആണ്.
1 ലിറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആ 1 ലിറ്റർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമുക്ക് 5,15,000 രൂപ കൊടുത്തേക്കാം. 5,15 കൊടുക്കാം അല്ലേ? 5,15 ഓട്ടോമാറ്റിക് വണ്ടി. അതും 20 വണ്ടി അല്ലേ? 20 വണ്ടി. 20 അല്ലേ? മോശമൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. സിമ്പിളിനെ കുറിച്ചും ചോദിക്കല് ഞാൻ പറയത്തില്ല. ഇതോ ഇത് 2018 വാഗണർ VXi ആണ്. സിംഗിൾ ഓണർ വണ്ടി. 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. VXi ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് 3,75,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 3,500 രൂപയ്ക്ക് മേളിൽ ലോണും കൊടുക്കാം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അതെ അല്ലേ? നല്ല എന്താ പറയാ, ഈ ഒരു ഷേപ്പിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടം പ്രത്യേക കമ്പമുണ്ട്. ഇനി പിന്നെ ഈ വണ്ടിയിലോട്ട് വരുവാണെങ്കിൽ ഏറെക്കുറെ ഈ വണ്ടി സെയിലായി. അതുകൊണ്ട് നമ്മളിത് കാണിക്കുന്നില്ല. അത് പറയണേ 2018 മോഡൽ കിഡാണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2018 മോഡൽ കിഡായതുകൊണ്ട് തന്നെ RX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. അപ്പൊ നമുക്ക് ഈ വണ്ടി 2,65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നമുക്കൊരു 2.25 ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 40,000 ഈ വണ്ടി കൊണ്ടുപോകാം. അതൊക്കെ ചെറിയ പൈസക്ക് ഒരു ബൈക്ക് എടുക്കുന്ന ലാഘവത്തോട് കൂടി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ അതെ. 5 പേർക്ക് മഴയും കൊള്ളാണ്ട് AC ഇട്ട് പോവാം, സുഖമായിട്ട് പോവാം. ഇതാണ് ഇത് വരുമ്പോഴത്തേക്ക് 2016 മോഡൽ കിഡാണ്. 16 അല്ലേ? ഇതിനകത്ത് എക്സ്ട്രാ നല്ല അലവിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി മോശമല്ല. പിന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. എല്ലാ ഫീച്ചേഴ്സും സ്റ്റീരിയോ ഒക്കെ തുറന്നിരിക്കുകയാണല്ലോ. സ്റ്റീരിയോ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ആൻഡ്രോയിഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ശരിക്കും സ്റ്റീരിയോ ഇരിപ്പുണ്ട്, ബാക്കിൽ ഇരിപ്പുണ്ട്. കമ്പനി വേറെ അപാകതയൊന്നുമില്ല, ഒന്നുമില്ല, ഒരു അപാകതയില്ല. സെക്കൻഡ് ഓണർ വണ്ടി. 72,000 കിലോമീറ്റർ ആണ്. 16 വണ്ടി. 2 lakh rupees, 2 ലക്ഷം രൂപ. വെറും അടിപൊളി. നമുക്ക് ഏറെക്കുറെ ഇത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കട്ടോ. ഇതോ ഇത് പറയുമ്പോൾ 2017 മോഡൽ ഫോർഡ് ഫിഗോ അസ്പയർ ആണ്. 17 ഫിഗോ അല്ലേ? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ വിൻഡോ, 2 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഡീസൽ 20ന്റെ അടുത്ത് മൈലേജ് കിട്ടൂലേ? 20 പുറത്ത് കിട്ടുകയേ ഉള്ളൂ. അതാണ്. 2,90,000 രൂപ കൊടുക്കാം. 2,90,000 15 വണ്ടി. 2,000 രൂപ ലോൺ കൊടുക്കാം. 40,000 രൂപ. വേറെ കേസും കൂടി ഉണ്ട്. ബോഡി ക്വാളിറ്റിയിൽ ഇതിന് വല്ലാൻ ഇപ്പൊ വണ്ടികൾ കുറവാണ്. പക്കയാണ്. അതങ്ങനെ പറയാൻ പറ്റൂല ഇവൻ ഇവിടെ കിടക്കുമ്പോ. അതെ, സെസ്റ്റ് ടാറ്റയുടെ സെസ്റ്റ് വന്ന് 2015 വണ്ടി. സിംഗിൾ ഓണർ. 52,000 കിലോമീറ്റർ വണ്ടിയാണ്. അതായത് ബോൾട്ടിന് ഡിക്കി വന്ന സാധനം. അതെ അതെ അതെ. നല്ല വണ്ടി കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് അതെ അല്ലേ? ഞാൻ നല്ല വണ്ടി കേട്ടോ. നല്ല വണ്ടിയാ. നമുക്ക് 2,95,000 രൂപ കൊടുക്കാം. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. അതാണ് ചോദിക്കേണ്ടത്. പെട്രോൾ ആകുമ്പോൾ ഒരു 15-നുള്ളിലെ മൈലേജ് പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷെ കംപ്ലൈന്റ് കുറവായിരിക്കും. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. 52,000 കിലോമീറ്റർ സിംഗിൾ ഓൺ. 2,95 കേട്ടോ. ശരി. ഇതോ സ്വിഫ്റ്റോ? ഇത് നേരെ വരണേ 2015 മോഡൽ സ്വിഫ്റ്റ്. സെക്കൻഡ് ഓണർ ആണ്. 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി വന്നിട്ട് നമുക്ക് 4 ലക്ഷം രൂപ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപ. അത്യാവശ്യം വണ്ടിയുടെ ക്വാളിറ്റി നോക്കുമ്പോൾ കിലോമീറ്റർ 36,000 കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. അതും പെട്രോൾ കേട്ടോ. ഇത് ഏറെക്കുറെ നമുക്കൊരു 3,500 രൂപ ലോണും കൊടുക്കാം. ഇതോ ഇത് 2013 XUV ആണ്. W8 ആണ് വണ്ടി. ഇത് 1 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. അതായത് W8 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ. ഇന്റീരിയർ നോക്കിയോ, നല്ല നീറ്റാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് അന്നത്തെ ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ സെയിം സാധനം ഇന്നും നല്ല വൃത്തിക്കൊക്കെ ഉണ്ട്. അതെ. ബട്ടൺ സ്റ്റാർട്ട് വെച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഇനി വരുമോ? അല്ല, വന്നിട്ടില്ല. അതാ പറഞ്ഞേ. പറഞ്ഞേ. അപ്പൊ ഈ വണ്ടി നമുക്ക് വന്നിട്ട് വെറും 4,30,000 രൂപ കൊടുക്കാം. 13 വണ്ടി അല്ലേ? 13 W8 ഫുൾ ഓപ്ഷൻ വണ്ടി. നിങ്ങൾക്ക് എത്ര ലോൺ വേണം? 4 ലക്ഷം ലോണും കയറ്റി തരാം. അത് കിട്ടുമെങ്കിൽ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ കൊടുക്കുന്ന വണ്ടി നമ്മൾ ഇവിടെ മാത്രമേ ഈ വിലക്ക് തരുത്തുള്ളൂ കേട്ടോ. ഇനി പറയുകയാണെങ്കിൽ 2021 മോഡല് ഔറ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഹുണ്ടായുടെ ഡിക്കിയുള്ള വണ്ടിയാണ്. വളരെ മികച്ച വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണെങ്കിലും വെറും 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടി വാഹനം. നിലവിൽ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കംപ്ലൈന്റോ ഒന്നുമില്ല. സാധാരണ കമ്പനി വന്ന അതേ സാധനം കമ്പനി. പക്ഷെ നല്ല അകത്തൊക്കെ നല്ല നീറ്റ് ആട്ടോ വണ്ടി. 2021 9/4/2021 വണ്ടിയാണ്. വില 4,90,000 രൂപ കൊടുത്തേക്കാം. 4,90 നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാം. ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും കയറും. എന്താ വേണം? വേറെ എന്തെങ്കിലും വേണോ? ഇനി വരുവാണെങ്കിൽ പാവങ്ങളുടെ ഇന്നോവയ്ക്കകത്ത് ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്. 2 സെന്റ് സ്ഥലം ചോദിക്കില്ല കേട്ടോ. പാവങ്ങളുടെ ഇന്നോവ എന്ന് പറയുന്ന ട്രൈബറിനകത്ത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആന്നേ. നമ്മൾ നേരത്തെ ഇട്ടുന്നത് 5.25 ലക്ഷം രൂപ 25,000 രൂപ ഓഫർ 5 രൂപയ്ക്ക് നമ്മൾ കൈനോട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടുന്നേ. അയ്യോ, എന്തിനാ ഇത് വെച്ചേക്കുന്നത് എനിക്കറിയില്ല. എനിക്കിത് കാണുമ്പോൾ ഇങ്ങനെ ആട്ടാൻ തോന്നും. അത് നമ്മൾ കൈനോട്ട് ഇട്ടുന്നത് 5.25 ലക്ഷം രൂപ 5.5 ലക്ഷം രൂപ നമ്മൾ ഓഫർ പ്രൈസ് 25,000 രൂപ ഓഫർ ഇട്ടിട്ടുണ്ടാണ്. 2020 ട്രൈബർ ഓട്ടോമാറ്റിക്. 5.25 രൂപ കൊടുക്കുക. 2020 വണ്ടി 7 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വണ്ടി.
പിന്നെ ഇതിലപ്പുറം വേറെ എന്ത് വേണം ഓഫർ? അതാണ് സുഹൈൽ ബ്രോ നല്ല അടിപൊളി ഒരു സിറ്റി കാണിച്ചു കൊടുത്താലോ? സിറ്റി കാണിച്ചു കൊടുക്കാം. സിറ്റി അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ലാത്ത സിറ്റിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പ് കാണാനായിട്ട്. അതെ അതെ അതെ, കളർ സ്കീം ആണല്ലേ, അടിപൊളി. അതെ അതെ അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2021 9-ാം മാസം വണ്ടിയാണ്. ഇത് CVT ആണ്, ഓട്ടോമാറ്റിക് ആണ്, VX ആണ് വണ്ടി. പെട്രോൾ, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. അതായത് ഇത് ഡ്യുവൽ ടോൺ വരും അല്ലേ? ഡ്യുവൽ ടോൺ വരും. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരില്ലേ? ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം വരും. ഇതിന്റെ ഫ്രണ്ട് ഒക്കെ നിങ്ങൾ കണ്ടോ, കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഫോട്ടോ ഇന്റീരിയർ ഒന്ന് അയച്ചു കൊടുക്കണേ. പിന്നെ ഇത് ഇന്റീരിയർ എടുത്തോ, ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അൺലോക്ക് ചെയ്തോ? എന്നാ പിന്നെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. 2021 ഹോണ്ട സൺറൂഫ് വരുന്നത്. VX ആണ് വണ്ടി. VX ആണ് അല്ലേ? അതെ VX. അതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾ നോക്കിയോ, നല്ല ഇന്റീരിയർ അല്ലേ? നല്ല നീറ്റ് ആണ് കേട്ടോ. ഒരു വിധം വണ്ടി പക്ക 100 തന്നെ പറയാം അല്ലേ? അതെ അതെ അതെ, 100%. ഇത് നമുക്ക് വില എന്തോരും? നമുക്കിത് 11 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. പുതിയ എന്തെങ്കിലും അറിയോ? 16 20 പുറത്ത് വിലയുണ്ട്. അടിപൊളി. 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപ കൊടുക്കാം. ഇത് കിലോമീറ്റർ 17,000 കിലോമീറ്റർ. വളരെ വളരെ ലോ കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ. അതെ അതെ അതെ, അത് മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടിന്റെ ക്വാളിറ്റി ആണ്. ഏറെക്കുറെ 10 ലക്ഷം രൂപ മേടിൽ ലോൺ കിട്ടും, എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ. അതാണ്. അതുപോലെ തന്നെ ഈ ബലേനോ ആണെങ്കിലോ? ബലേനോ വന്ന് 2016 മോഡൽ ആൽഫ ബലേനോ ആണ്. 16 ആൽഫ ഡീസൽ പെട്രോളോ? പെട്രോൾ. സിംഗിൾ ഓണർ. 47,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ജെനുവിൻ ആണല്ലോ അല്ലേ? What nonsense are you talking, Mr. Raju? അല്ല അണ്ണാ ശരിയാണല്ലോ അല്ലേ? നമുക്കേ ഇത് നല്ല വണ്ടി കേട്ടോ, സെറ്റ് വണ്ടി. ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ, ഇന്റീരിയർ ഒക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ആണോ? പിന്നെ പയ്യൻസ്. അപ്പം ഈ വണ്ടി നമുക്ക് ഈ 5.4 ലക്ഷം രൂപ ചോദിക്കുന്നത്, അത് നോക്കണ്ട. 5 ലക്ഷം രൂപ കൊടുത്തേക്കാം. അതും 16 ആൽഫ. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? അത് നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ല നീറ്റ്. എത്ര രൂപ ലോൺ? 25 ലക്ഷം തരാൻ പറഞ്ഞ തരുമോ? ഇല്ലല്ലോ. 5 ലക്ഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ 4 കിട്ടും. 4 കിട്ടും. അതവിടെ പ്രൊഫൈൽ ഇല്ലെങ്കിലേ പ്രൊഫൈൽ 4 പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 5 ലക്ഷം വരെ കിട്ടും. 50,000 പ്രൊഫൈൽ ഇല്ലാത്തവർക്കും പ്രൊഫൈൽ ഉള്ള 1 രൂപ പോലും എടുക്കാതെ തന്നെ ഈ വണ്ടി. ഈ ഡ്രൈവർ ആണോ? പാവങ്ങളുടെ ഇന്നോവ 2019 ഡ്രൈവർ ആണിത്. സിംഗിൾ ഓണർ 32,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയാണ്. 19 ഫുൾ ഓപ്ഷൻ അല്ലേ? 19 ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആണ്. C ആണ് വണ്ടി. ഇത് മൊത്തം പണിഞ്ഞല്ലേ? അതെ അതെ അതെ, ഫുള്ള് പണിഞ്ഞിട്ട് മോശമൊന്നുമില്ല. പിന്നെ ഈ ഒരു മെനാട്ട കളറായതുകൊണ്ട് ഇതിലെ പോലും ആൾക്കാർ മനസ്സിലാക്കും. നല്ല കളറാ ചെയ്ത്. ഇത് ഇറക്കിയ നല്ല കളറാ. ഞാൻ ഈ വണ്ടി എടുത്താലേ നമ്മുടെ നാട്ടിൽ കൂടെ പോകുമ്പോ എനിക്ക് മാത്രമേ ഈ കളറുള്ളേ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കും ആരെന്താന്നുള്ളത്. അപ്പൊ ഈ വണ്ടി വന്നിട്ട് 4,60,000 രൂപ കൊടുക്കാം. 19 മോഡൽ മാനുവൽ. 32,000 കിലോമീറ്റർ. അതെ അല്ലേ? 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ശരി. അപ്പൊ നോക്കിക്കോട്ടെ. 4,60,000 രൂപ 4 രൂപ കൊടുത്തേക്കാം. 4 രൂപ കൊടുക്കാം. അടിപൊളി. നിങ്ങൾ നോക്കിക്കോ, മാക്സിമം ലോൺ ചെയ്തു തരും. സുഹൈൽ ബ്രോ നല്ല അടിപൊളി ഒരു വെർണ കാണിച്ചു കൊടുത്താലോ? സെറ്റ് വെർണയാണ്. നല്ല രസമാണ്. ഇതിന്റെ ഫ്രണ്ട് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ വണ്ടി. 2017 മോഡൽ വെർണ SX ആണ് വണ്ടി. SX ആണല്ലേ? സിംഗിൾ ഓണർ 72,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. അലോവിലും കാര്യങ്ങളൊക്കെ വരും. ഇതിന്റെ ഫേസിൽ ലിഫ്റ്റ് വന്നിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. ഇത് 16 വരെ ഒരു ഷേപ്പ് ആയിരുന്നു. അതിന് ശേഷം ഇത് ഒരു ഷേപ്പ് അവർ ലിമിറ്റഡ് ആയിട്ട് ഇറക്കിയതാ. അതെ. ഇത് എന്താ വില? നമുക്കിത് 5,60,000 കൊടുക്കാം. കിലോമീറ്റർ 72,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ വണ്ടി. ജെനുവിൻ ആണല്ലോ അല്ലേ? പക്ക. അതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ടി കാണിച്ചാൽ ഒരു ബലേനോ ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു 2018 ഡെൽറ്റ ബലേനോ കൊണ്ടുപോകും. വെറും 52,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് എടുത്തോണ്ട് പോകുന്നവർ ചെയ്യുക, നമ്മൾ അതിന്റെ വിലയ്ക്ക് കൊടുക്കുന്നത്. അല്ല പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. പക്ക വണ്ടി, കിടുകാച്ച വണ്ടി. ഇതിപ്പോ വിലയോ? വെറും ഈ കണ്ടീഷനിൽ 4 ലക്ഷം രൂപ കൊടുത്തേക്കാം. 18 ഡെൽറ്റ ആലോചിക്കണം അല്ലേ? 4 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആവൂലേ? ഇതിൽ നെഗോഷ്യബിൾ ആവും. ചുമ്മാ പറ. ഞാൻ സ്വിഫ്റ്റിന് ഇതിനെക്കാട്ടി വില കൊടുക്കണം. 52,000 കിലോമീറ്റർ വേണ്ടി ഞാൻ ഈ കണ്ടീഷൻ ആസ് ഓൺ കണ്ടീഷനിലാണ് പറഞ്ഞത്. എന്തെങ്കിലും നിങ്ങളൊന്ന് കുറച്ച് കൊടുക്കുക, സന്തോഷത്തിന്റെ പേര്. പോട്ടെ, അപ്പൊ എന്തായാലും കൊടുക്കുവോ പറ, എന്തെങ്കിലും ചെറിയ രീതിയിൽ. അതാണ്, അത് കേട്ടാൽ മതി. ഒപ്പം തന്നെ നോക്കിക്കോ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിരത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു 10-60 വണ്ടികൾ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ 2 വീഡിയോ ആയിട്ട്. അപ്പോൾ നോക്കിക്കോളൂ. ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ സുഹൈൽ ബ്രോ ഇവരെല്ലാവരും വിളിക്കും. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിലെ 2ാമത്തെ എപ്പിസോഡിൽ നമ്മളിപ്പോൾ കുറേ ചെറുവണ്ടികൾ കാണിച്ചു. 19 കാണിച്ചുമല്ലോ വണ്ടികൾ. 5 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് വന്ന വണ്ടികളുടെയൊക്കെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ സുഹൈൽ ബ്രോയുടെ നമ്പർ വെച്ചിട്ട് മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോ. മഴക്കാലാണല്ലേ? മഴക്കാലം പൊരിഞ്ഞ വെയിലാട്ടോ, അത് വേറെ കാര്യം. മഴയൊക്കെ മാറി, മഴ പോയില്ലേ? അതെ. അപ്പോൾ ഏറ്റവും വില കുറച്ചൊരു നല്ല വണ്ടികൾ വേണമെങ്കിൽ വിളിച്ചോളൂ. കൊല്ലത്ത് 2-ാം കുറ്റാണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്ത് ഡീറ്റെയിൽ ചെയ്തു തരും. എല്ലാ
മോഡലും എല്ലാ വേരിയന്റും അല്ലേ? അതെ, ഫിനാൻസിനൊക്കെ കൂടുതൽ അറിയാനുള്ളവര് മെസ്സേജ് ഇട്ടാൽ നമ്മൾ ഫിനാൻസിന്റെ ഡീറ്റെയിൽ ഒക്കെ അയച്ചുതരാം, എത്ര അടവ് വരും എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഈദ് മുബാറക്. ഈദ് മുബാറക്.